ഒരു കണക്കിന് നീ തിരിച്ചു വന്നത് നന്നായി മോളെ. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവോ? എന്റെ കുഞ്ഞിന് അവന്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം ജീവിക്കാൻ ഭാഗ്യമുണ്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് മനസ്സിലായില്ല. എന്തുദ്ദേശം? നിങ്ങളല്ലേ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാര്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആ കുഞ്ഞിനെ ഓർത്ത് ഒരുമിച്ച് ജീവിക്കണം. അപ്പൊ ഇപ്പോഴത്തെ ഭാര്യയോ? നീ വന്ന സ്ഥിതിക്ക് ഇനി അവൾ ഒഴിഞ്ഞു പൊക്കോട്ടെ. സച്ചുമോന്റെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. അവനവന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത്. അത് നമ്മൾ രചിതയെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെ വസ്ത്രം മാറുന്നത് പോലെ മാറി ഉടുക്കാനുള്ളതാണോ ഒരു പെണ്ണിന്റെ ജീവിതം? നിനക്ക് എന്താ പറയുന്നതെന്ന് ബോധമുണ്ടോ? ഞാൻ നല്ല ബോധത്തോടു കൂടിയാ സംസാരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിലേ ചേച്ചിയുടെ മകനോട് ചോദിക്കും. എന്താടാ ഇവൻ പറയുന്നേ? അമ്മാവനോട് തന്നെ തിരക്ക്. ഇവനെ ആ മറ്റവളെ ഇവിടെ കുടിയിരുത്താൻ പോകുന്നു. എന്റെ അമ്മയെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ സദാനന്ദ. ഇവന് വയസ്സ് 3 അല്ലല്ലോ പ്രായം. വേണ്ടത് ആലോചിച്ച് ചെയ്യാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ ഇവരുണ്ടല്ലോ. അവൻ വേണ്ട പോലെ ചെയ്തോളൂ. നാണമില്ലേ തള്ളേ നിങ്ങക്ക്? മകനെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ നടക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എന്നിട്ടിപ്പൊ ഞാൻ പ്രസവിക്കാത്തതാ കുറ്റം. എന്ത് പ്രശ്നങ്ങളാ? ഞാൻ പറഞ്ഞത് കൊച്ചിന്റെ ഭാവി ഓർത്തിട്ടാ. ഓ, കൊച്ചിന്റെ ഭാവി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവൾക്ക് കുറച്ച് പൈസ ഉണ്ടെന്ന് കണ്ടപ്പോ അമ്മയ്ക്ക് മോനും കണ്ണു മഞ്ഞളിച്ചു. ഇങ്ങനെ നാണം കെട്ട വർഗങ്ങള്. ഇങ്ങനെ ചാടിക്കടിക്കാൻ നിന്നാ ഇതൊക്കെ നടക്കൂ സദാനന്ദ? അവന്റെ പോക്ക് ശരിയല്ല ചേച്ചി. അത് തിരുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ വളരെയധികം വിഷമിക്കും. അതൊക്കെ നിന്റെ തോന്നല സദാനന്ദ. കുറച്ച് പണവും സ്വത്തും കയ്യിൽ വരുന്ന കണ്ടപ്പോ എല്ലാം മറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾക്കത് കഴിയുമായിരിക്കും. പക്ഷേ എന്റെ മരണം വരെ ഞാനത് മറക്കില്ല. ഒന്നും. ഇവിടം ഒരു വീടാക്കി മാറ്റാനുള്ള സനീഷിന്റെ ശ്രമം സത്യമോ? കൂടെയുള്ള രചിതയെയും ഒഴിവാക്കാൻ കഴിയാത്ത വസുതയ്ക്കുമിടയിൽ ഈ വീട്ടിൽ ഇനി എന്തൊക്കെ സംഭവിക്കും? രക്ഷകനാകുന്നത് കാണാമറയത്ത് നിന്നെത്തിയ മാനവോ കണ്ണത്താ ദൂരത്തുള്ള മറ്റാരെങ്കിലുമോ? കാണുക വസുത തുടർന്നുള്ള ഭാഗങ്ങളിൽ.